കുട്ടികൾക്ക് നമ്മളെ കിട്ടണില്ല എന്ന് പരാതി ഓട്ടത്തിനിടയിലേ. അപ്പോൾ ഇപ്പം ലീവിന് വന്നപ്പം 2 ദിവസം അവരായിട്ട് കംപ്ലീറ്റ്ലി മാറി നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഗുണ്ടൽപേട്ടിൽ അടിപൊളി നിറച്ച് മറ്റേ ഒരു ടോട്ടൽ ഫാം ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫാമിൽ വന്ന് നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം സ്ഥലമുണ്ട്. വൈഫിന് ഇഷ്ടമുള്ള ഒരുപാട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങൾ. അവരാണെങ്കിൽ നല്ല കുറേ നെല്ലിക്ക പറിച്ചു, ചിക്കു ഉണ്ട്, മാംഗോ ഉണ്ട്, കുറേ നല്ല ലൈവ് ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് പച്ചക്കറികൾ നമുക്ക് പറിക്കാനും അപ്പോൾ തന്നെ കുക്ക് ചെയ്യാനും കഴിക്കാനൊക്കെ പറ്റിയ ഒരുപാട് പച്ചക്കറികൾ. അതുപോലെ നല്ല ലൈഫ് സ്റ്റോക്ക് ഉണ്ട്. കോഴിയുണ്ട്, മുയലുണ്ട്, ആടുണ്ട്, പശുവുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഴിനെ കറുത്ത് കറി വെച്ച് തിന്നാം. അതുപോലെ തന്നെ മുയലിനെ അറുത്ത് കറി വെച്ച് തിന്നാം. അങ്ങനെ അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ ലൈവ്ലിനെസ് ഉള്ള ഒരു സംഭവം. അതുപോലെ ഞങ്ങൾ രാവിലെ ട്രക്കിങ്ങിന് പോയി. രാവിലെ അടിച്ച് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് എന്താ പറയുക, കുട്ടികൾ വെറുതെ ഈ മൊബൈലിൽ കളിച്ച് ബോറടിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അവരെ സമയത്തോളം നന്നായിട്ട് എനർജി ഡിസ്പേഴ്സായി. ഞങ്ങൾ മലമുകളിൽ കയറി നല്ല വൈബായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ 1-2 ദിവസമൊക്കെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ഫാമിലിയായിട്ട് വന്നിട്ട് 2 ദിവസം താമസിച്ച് മാറി എന്ന് ഒരു സിറ്റിയുടെ എല്ലാ ടെൻഷനുകളും മാറി ഒന്ന് മൈൻഡ് ഡീടോക്സിഫൈ ചെയ്ത് റിലാക്സ് ആവാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അത്തിമ? സൂപ്പറാ? പോണോ? വേണ്ടല്ലോ, പോകണ്ടെന്ന് പറഞ്ഞ. പോവാ നമ്മള് വേണ്ടേ? അപ്പോൾ മക്കൾക്ക് പോകണ്ടെന്ന് പറയണേ. അടിപൊളി.